കൃഷിവെള്ളത്തെ കൊള്ളയടിച്ച, കുടിവെള്ളത്തെ കൊള്ളയടിച്ച, മണ്ണും ജലവും മലിനമാക്കിയ കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ.
സാറ്റലൈറ്റ് മുഖാന്തരം എവിടെയൊക്കെ വെള്ളമുണ്ടെന്ന് ഈ ബഹിരാഷ്ട്ര കുട്ടിക്ക് എവിടെയൊക്കെ വെള്ളമുണ്ടെന്ന് കണ്ടുകൊണ്ടാണ് കേരളത്തിലുള്ളത് 3/4 വെള്ളം ഇവിടെയാണ് ഉള്ളത്. ലോക രാജ്യങ്ങളിൽ എല്ലാ സ്ഥലത്തുള്ള കമ്പനിയാണിത്. ഇത്ര വലിയ കമ്പനി, എവിടെ മുട്ടുകുത്താത്ത ഒരു കമ്പനി, പ്ലാച്ചിമടയിൽ നഷ്ടപരിഹാരം എന്ന പേരിൽ ₹1 കൊടുത്താലും കമ്പനിക്ക് നഷ്ടമാണത്. തല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ എന്താ പറയുക, തല്ലെന്ന് പറഞ്ഞ് പേടിച്ചിട്ട് നിൽക്കാൻ പാടില്ല. നമ്മൾ തല്ലി നോക്കാന്നേ. കോളാക്കം, അതായത് 3 സ്ഥലം. ചുള്ളിമട എവിടെയാണ് കിടക്കുന്നത്? പുതുശ്ശേരി പഞ്ചായത്തിൽ. പെരുമാട്ടി പഞ്ചായത്തിൽ പ്ലാച്ചിമട, മുതലമട. ഈ 3 സ്ഥലത്തും ഭൂഗർഭ ജലം ഇഷ്ടം പോലെ ഉള്ള സ്ഥലങ്ങളാണ്. സാറ്റലൈറ്റ് മുഖാന്തരം എവിടെയൊക്കെ വെള്ളമുണ്ടെന്ന് ഈ ബഹിരാഷ്ട്ര കുട്ടിക്ക് എവിടെയൊക്കെ വെള്ളമുണ്ടെന്ന് കണ്ടുകൊണ്ടാണ് കേരളത്തിലുള്ളത് 3/4 വെള്ളം ഇവിടെയാണ് ഉള്ളത്. പാലക്കാട് ജില്ലയിൽ കിഴക്കൻ മേലാണ്. കേരളത്തിലുള്ളതെക്കാട്ടിലും 2 പങ്ക് വെള്ളമെങ്കിലും ഇവിടെ ഉണ്ട്. അവർ സാറ്റലൈറ്റ് മുഖാന്തരം കണ്ടുകൊണ്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ വരുമ്പോൾ ആദ്യം വന്നത് ചുള്ളിമടയാണ്, പെപ്സി. രണ്ടാമത്തെ വന്നത് ഇവിടെ കോള. മൂന്നാമത്തെ ഇവിടെ മുതലമടയ്ക്ക് വന്നത് എന്തോ ടിസ്ലരി എന്ന് പറഞ്ഞൊരു കമ്പനി. അതിൽ അപ്പോൾ അത് അന്ന് വരുന്ന സമയത്ത് കമ്പനി ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ലല്ലോ. കൊക്കക്കോള കമ്പനി ഉദ്ഘാടനം കഴിഞ്ഞ് ട്രെയിലർ മാത്രമല്ല ഓടിയത്, ലൈസൻസ് കൊടുത്തിട്ടില്ലല്ലോ, കറണ്ട് കണക്ഷൻ കൊടുത്തിട്ടില്ലല്ലോ. 2009 കമ്പനി സ്റ്റാർട്ടിങ്, 2022 സമരം തുടങ്ങുന്നത് വരെ കറണ്ട് കണക്ഷനില്ല, ഓണർഷിപ്പ് കിട്ടണ്ടേ. അവർ കൊടുത്തിട്ടുള്ളത് ഏതോ ഒരു റൂമുക്ക് മാത്രമേ, കമ്പനിക്കൊന്നും നമ്പറൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് പഞ്ചായത്ത് ഇത് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് കമ്പനി വന്നത്. ഇപ്പം ഞങ്ങളൊക്കെ കമ്പനി എതിർത്ത ആളുകളല്ല കേട്ടോ. ആദ്യ കാലഘട്ടത്തിൽ കമ്പനി വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാടുകളും എരുമികളും മേച്ച് നടന്ന ആ പിള്ളേർക്ക് ഒരു ജോലിയൊക്കെ, നമ്മുടെ പിള്ളേരും പേണ്ട ഷർട്ടൊക്കെ ഇട്ടിട്ട് ജോലിക്ക് പോകുന്നത് കാണണ്ടേ, അതൊരു സന്തോഷമല്ലേ. അങ്ങനെ വിചാരിച്ച ആൾക്കാരാണ്. പിന്നെയാണ് അറിഞ്ഞത് ഈ വെള്ളം 1 കൊല്ലം ഓടിനപ്പോൾ തന്നെ പ്രശ്നമായി. നമ്മൾ 2000 തന്നെ 99 ഓടാൻ തുടങ്ങിയാൽ 2000 ആകുമ്പോൾ തന്നെ പ്രശ്നമായില്ല. ചൂറും അതിൻ്റെ സ്മെല്ലും ആ വെള്ളം ഇപ്പം ഉപയോഗിക്കാൻ പറ്റുന്നതോന്നും അറിയില്ല. വെള്ളം അതങ്ങനെയായി. അപ്പോൾ അങ്ങനെയാണ് സമരം തുടങ്ങി വന്നത്. ഇപ്പോൾ കമ്പനികൾ വന്നത് ഇങ്ങനെ തന്നെയാണ്. ഈ മേഖല പിന്നും ആദിവാസി മേഖല കൂടുതൽ ഭൂരിഭാഗം ആദിവാസിയല്ലേ. കൂടുതൽ ആദിവാസികളാകുമ്പോൾ അവർക്ക് വലിയ ഒരു ബോധം ഉണ്ടാകില്ലല്ലോ. ആദിവാസികളാകുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, കമ്പനി നടത്തിക്കൊണ്ട് കുറേ ആൾക്കാർക്ക് ജോലി കിട്ടിയാലും മതിയല്ലോ. ആ കണ്ടീഷനിൽ അവർ വന്നു. നമ്മൾക്കും അത് ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, നമുക്ക് ജോലി കിട്ടിയാൽ മതിയല്ലോ. നമ്മൾക്കും അങ്ങനെ ഒരു കുറേ ആൾക്കാർക്ക് ജോലി, കുറച്ച് ആൾക്കാർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, എല്ലാത്തും കിട്ടിയിട്ടില്ല. അപ്പോൾ അതാണ് നമ്മൾ ശാന്തി കൂടെ ഒരു ദിവസം പറഞ്ഞു, കോഴിക്കോട്ടിൽ ഇതേ വിഷയം ശാന്തി സംസാരിക്കണം. ഞാൻ ഇരിക്കുകയാണ്, വിളയോടി പറഞ്ഞയച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ സമരം തുടങ്ങിയത് എന്തുകൊണ്ട് ചോദിക്കുമ്പോൾ ശാന്തി പറയുന്നുണ്ട്, സമരം തുടങ്ങിയത് ഞങ്ങൾക്ക് അവിടെ ആർക്കും ജോലിയുമില്ല, കൂലിയുമില്ല. കമ്പനി വന്നു, കുറേ ആൾക്കാർക്ക് ജോലി കിട്ടി, ഞങ്ങൾക്ക് ജോലി കിട്ടിയില്ല, ഞങ്ങൾ സമരം തുടങ്ങിയത്. വളരെ അപകടമാണത്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ആ സമയത്ത് നല്ല കൊയ്ത്ത് പാടങ്ങളായിരുന്നു. കൊയ്ത്തൊക്കെ നിർത്തിയിട്ടാണ് സമരത്തിന് വന്നത്. വെള്ളം കേടുവന്നെന്ന് പറയാൻ തുടങ്ങിയത് മൈലമ്മയാണ്. അതിനൊരു വേറെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല. മൈലമ്മയാണ് പറഞ്ഞത്. വെള്ളത്തിൻ്റെ
ഈ അരി വേഗാതായപ്പോഴേ മൈലമിക്ക് സംശയിക്കുന്നത് അരിയും പയറും വേഗില്ല. പിന്നെ വെള്ളം എടുക്കുമ്പോൾ നല്ല കരുക്കിൻ്റെ വെള്ളം പോലെ ഉണ്ടാവും. നമ്മൾ ആ കിണറിൽ നിന്നായാലും ബോർവെല്ലെടുത്തായാലും കരുക്കിൻ്റെ വെള്ളം പോലെ ഉണ്ടാകും. തിളപ്പിക്കുമ്പോൾ കളർ മാറും, ചുണ്ണാമ്പിൻ്റെ കളർ മാറും. തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ അതങ്ങനെ ചണ്ട് പോലെ ഇറങ്ങി നിൽക്കും. അത് മൈലമ്മയ്ക്ക് കമ്പനി തന്നെയാണെന്ന് മൈലമ്മ ഉറപ്പിച്ച് പറഞ്ഞു. ഞങ്ങൾ അതൊന്നും പറയാൻ പറ്റും. പിന്നെ കുറേ റിപ്പോർട്ടുകൾ ആവശ്യപ്പെടും. ഈ മഹാദേവൻ്റെ റിപ്പോർട്ട് അതൊക്കെ ആവശ്യം വന്നു. അതാണ് അവരുടെ റിപ്പോർട്ടൊക്കെ ആവശ്യം വന്നു. എന്നാലും ഇതിൻ്റെ റിപ്പോർട്ട് ഒരു ആവശ്യമില്ല. മൈലമ്മ പറഞ്ഞത് പച്ചയ്ക്ക് പറഞ്ഞതാണ് ശരിയാണ്. മൈലമ്മ പറഞ്ഞതാണ് ശരി. കമ്പനിയാണ് ഇത്രയും കാരണം. വൈകുന്നേരം ആകുമ്പോൾ വേസ്റ്റ് ഉണ്ടല്ലോ, വേസ്റ്റ് കഴിയുന്ന സമയത്ത് ഒരു ചൂറുണ്ടാവും, ഭയങ്കര ചൂറുണ്ടാവും. ചൂറ്, ഒരു നാറ്റം. അപ്പോൾ ഇത് ഈ വിജയനഗറിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇതിങ്ങനെ ഒരു നാറ്റം ഉണ്ടെന്നൊക്കെ പറയുക. പ്ലാച്ചിമടയിലാണ് ഭൂരിപക്ഷ ആൾക്കാർ. അവിടെ ആർക്കും നാറ്റമില്ല എന്ന് പറയും. അവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് പറയും. ഇവിടെ മാത്രമാണ് ഇങ്ങനെ പറഞ്ഞത്. ഇതും പറഞ്ഞത് ആര് പറയുന്നു? ഈ ആദിവാസി സംരക്ഷണ സംഘത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ മാത്രമേ പറയുന്നുള്ളൂ. വിജയനഗറിലും എല്ലാവരും പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ 10-17 കുടുംബക്കാർ മാത്രമാണ് ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ആൾക്കാരെ പറഞ്ഞിട്ടുള്ളൂ. അപ്പം അങ്ങനെയാണ് മൈലമ്മ വിളിച്ച്. എനിക്ക് ചിരി വന്ന ഒരു ദിവസം മൈലമ്മ വിളിച്ചിട്ട് പറയണേ, ഈ കമ്പനി അടച്ചു പൂട്ടാതെ എന്നെ കൊണ്ടിരിക്കാൻ പറ്റില്ല. എന്താ പറയുന്നത്? സംഘടന അതിനോട് തീരുമാനം പറയുന്നു. തിരിച്ചു നമ്മൾ ഇത്ര വലിയ കമ്പനി അടച്ചു പൂട്ടാൻ എന്താണ് ഞാൻ വിചാരിക്കുന്നത് മൈലമ്മ? അങ്ങനെയൊന്നും അടച്ചൊന്നും പൂട്ടാൻ പറ്റില്ല ഈ കമ്പനിയെ എന്ന് പറഞ്ഞപ്പോൾ മൈലമ്മ എണിച്ചു പോയി. സംഘടനയുടെ യോഗത്തിൽ നിന്ന് എണിച്ചു പോയി. പിന്നെ ഞങ്ങളും പിന്നെ എല്ലാവരും മൈലമ്മയുടെ വീട്ടിൽ പോയി. വീട്ടിൽ പോയി മൈലമ്മയെ സമാധാനം ചെയ്തിട്ട് വന്നു. ശരിക്കും നോക്കാം, മൈലമ്മ പറയുന്നത് പോലെ നോക്കാം എന്ന് പറഞ്ഞു. മൈലമ്മ പറഞ്ഞ ആദ്യമൊക്കെ പറഞ്ഞു ഞങ്ങൾ ആരും ഗൗരവത്തിലെടുത്തിട്ടില്ല. പലരും ഗൗരവത്തിലെടുത്തു. സി കെ ജാനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞപ്പോൾ സി കെ ജാൻ ഗൗരവത്തിലെടുത്തു. പ്രശ്നമാണ്, ആദിവാസി കോളനി ആദിവാസി മേഖലയിൽ ഇതുപോലെ സംവിധാനങ്ങളൊക്കെ ഉണ്ടാകും, മറ്റവിടെ നിന്ന് വരില്ലല്ലോ എന്ന് അവരും പറയുകയും ചെയ്തു. പിന്നെ ആൾ ഉറച്ചു. ആർക്കും കമ്പനി അടച്ചുപൂട്ടുന്ന താല്പര്യം കാണിച്ചിട്ടില്ല. അല്ല, അടച്ചുപൂട്ടുന്നല്ല, ഇത്ര ദിവസം നീണ്ടു സമരം പോകുന്ന ഞങ്ങൾ കണക്കാക്കിയിട്ടില്ല. കൂടി വന്നാൽ ഒരു മാസത്തിനുള്ളിൽ കമ്പനി അടച്ചുപൂട്ട് അവർ പുറത്ത് പോകുന്നതാണ് നമ്മൾ കണക്കാക്കിയത്. അത് നീണ്ട സമരമായിപ്പോയി. അവർ ആദിവാസിയിൽ മാത്രമല്ല പറ്റിച്ചത്, ആദിവാസികളിനെക്കാട്ടിലും കർഷകരെയാണ് കൂടുതൽ അവർ പറ്റിച്ചത്. ആദിവാസികൾക്ക് തിരിച്ചറിയാൻ പറ്റി, കർഷകർ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. ഈ വേസ്റ്റ് ഉണ്ടല്ലോ, ഈ വേസ്റ്റ് ഉള്ളിൽ എവിടെയും സ്റ്റമ്പ് ചെയ്യാൻ പറ്റില്ലേ? വേസ്റ്റ് എവിടെ കൊണ്ടുവിടും? എവിടെ ഇടാൻ പറ്റില്ല. തമിഴ്നാട്ടിൽ വിടില്ല. ഇപ്പം നമ്മൾ തമിഴ്നാട്ടിൽ അവിടെ ഒരു സമരം, താമരപരണിയിൽ ഒരു സമരം നടക്കുന്നുണ്ട്. അവിടെയും കൊക്കക്കോള കയറി ഒരു സമരം നടക്കുന്നുണ്ട്. ഇവിടെ സമരം തുടങ്ങുന്ന അവരും നമ്മളായിട്ട് ലിങ്ക് ആകുന്നുണ്ടല്ലോ. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ വേസ്റ്റുകൾ ഇന്ന ദോഷങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതിനു മുമ്പിൽ തന്നെ ഈ എന്ത് കർഷകർക്കൊക്കെ വേസ്റ്റ് വളം എന്ന പേരിൽ വെറുതെ ഇറക്കി കൊടുക്കുന്നുണ്ടല്ലോ. കൂടുതൽ തെങ്ങല്ല മേഖല. അപ്പോൾ തെങ്ങിന് ഇടും വളം, ഈ വേസ്റ്റ് ഇട്ട് വെച്ച് ഇതുണ്ടല്ലോ മെച്ചി മറ്റേ തെങ്ങ് പിടിക്കുന്നത്, അതൊന്നും കംപ്ലീറ്റ് വീടും, ഉതിരാൻ തുടങ്ങും. ആദ്യം തക്കാളി വിളയിലേക്കൊക്കെ നമ്മൾ പരിശോധിച്ചു. തക്കാളിയിൽ നല്ല തക്കാളിയിൽ ചെടിയിലേക്ക് വെച്ച് നോക്കുമ്പോൾ നല്ല കൂടുതൽ കായിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ കംപ്ലീറ്റ് താഴെ കിടക്കും തക്കാളിയിൽ. അത് നമ്മൾ കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചുകൊണ്ടാണ് ഇതിങ്ങനെയാണ്, ഇതാണ് പറയുന്നത്. ആദ്യം കർഷകരെ പറ്റിച്ചു. കർഷകർ ലാസ്റ്റ് വരെ വന്നിട്ടില്ലെന്ന്. കമ്പനി അടച്ചുപൂട്ടിയും കർഷകർ നമ്മളോട് സൈഡിൽ തിരിഞ്ഞിട്ടില്ല. നഷ്ടപരിഹാരം എന്ന വാക്ക് വയ്ക്കുന്ന സ്ഥലത്താണ് കർഷകർ സമരക്കാർ കൂടെ വരുന്നത്. ഇപ്പം നഷ്ടപരിഹാരം നോക്കി, അവിടെ ആദിവാസി എനിക്ക് 3 സെൻറ്റ് സ്ഥലമുണ്ട്. നഷ്ടപരിഹാരം എനിക്ക് എന്താണ് നഷ്ടം? എൻ്റെ കുടിവെള്ളം കേട്. എനിക്കിപ്പോൾ അതേ കാണിക്കാൻ പറ്റുള്ളൂ ആദിവാസിയെ സംബന്ധിച്ചോളം. കുടിവെള്ളം ഞാൻ എൻ്റെ സ്ഥലത്തിലുള്ള കിണർ കംപ്ലീറ്റും വിഷമായി മാറി. എൻ്റെ കിണർ വിഷമായി മാറി കുടിക്കാൻ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ഒരു തുച്ഛമായ ഒരു തുക, ചെറിയൊരു തുക കൊടുത്തിട്ട് പകരം വെള്ളം കൊടുത്താൽ പോരെ. പകരം വെള്ളം കൊടുത്തല്ലോ ഇപ്പോൾ. പിന്നെ ഇവർ കിട്ടാൻ പോകുന്ന നഷ്ടപരിഹാരം എന്ന് പറയുന്നത് തുച്ഛമായി ആ കിണർ കുത്തി കൊണ്ടാണ് ചിലവെല്ലാം തരുള്ളൂ.
ഞാൻ വിലയിരുത്തുന്നത് അങ്ങനെയാണ് കേട്ടോ. അങ്ങനെയാണോ അല്ലെന്ന് നമുക്കറിയില്ല. ഞാൻ വിലയിരുത്തുന്നത് അങ്ങനെയാണ്. പിന്നെ ഈ വെള്ളം കുടിച്ചിട്ട് കന്നുകാലികൾ ചത്തുപോയി. അപ്പോൾ ഈ നഷ്ടപരിഹാരം വേണമെന്ന് എഴുതി കൊടുത്ത ആൾ അപ്പോൾ ഇവരൊക്കെ കൊടുത്തിട്ടുണ്ട്. പശുക്കൾ 50,000 60,000 വില വരുന്ന പശുക്കൾ 4 ബസ് ചത്ത് 5 ബസ് ചത്തിനെല്ലാം കൊടുത്തിട്ടുണ്ട്. പശു ചത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്താൽ അതൊന്നും മുക്കി വിലയ്ക്ക് എടുക്കില്ല. തെളിവ് വേണ്ടേ? പണ്ട് കാലം എങ്കിലും പോട്ടെന്ന് വെക്കി. ഇന്നത്തെ കാലത്ത് പശുക്കളൊക്കെ ചത്തുപോയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മൃഗ സംരക്ഷണ വകുപ്പ് സാക്ഷ്യപ്പെടുത്തണ്ടേ? അപ്പോൾ നമുക്കറിയാം ഇവർ കിട്ടിയാൽ നമ്മൾ കിണർ കുത്തി പൈസ കിട്ടുള്ളൂ. പക്ഷേ കർഷകർക്ക് അങ്ങനെയല്ല. കർഷകർക്ക് നഷ്ടം കാണിക്കാൻ പറ്റും. എൻ്റെ 1 ഏക്കർ നെൽക്കണ്ടം ഇത്തരം ചാക്ക് നെല്ല് വിളഞ്ഞത് ഇപ്പോൾ ഇത്രയാണ് കിട്ടുന്നത്. അത് കാണിക്കാൻ പറ്റും. എൻ്റെ ഇത്ര ഏക്കർ തെങ്ങും തോട്ടം, 1 ഏക്കറിൽ തേങ്ങ മാസത്തിൽ ഇത്രനായിരം തേങ്ങ വെട്ടിക്കൊണ്ടിരുന്നതാണ്. എൻ്റെ ഇപ്പോൾ ഇത്രയേ കിട്ടുന്നത്. അത് കാണിക്കാൻ പറ്റും. അപ്പം നഷ്ടപരിഹാരം അവർക്കാണ് കൂടുതൽ കിട്ടുക. കിട്ടിക്കഴിഞ്ഞ വ്യാപാര സ്ഥാപനങ്ങൾ അവർക്കും ഈ കമ്പനി കാരണം നമ്മൾക്ക് വ്യാപാരം കുറഞ്ഞെന്ന് വേണമെങ്കിലും പറയാം. വ്യാപാരം കുറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ വിലയിരുത്തിയത് കർഷകർക്ക് നഷ്ടം വന്നിട്ടുണ്ട്. വ്യാപാരികൾക്ക് കമ്പനി അടക്കി വരെ വ്യാപാരം കുറഞ്ഞിട്ടില്ല. തിക്കും തിരക്കാറുണ്ട് കടകളിൽ. വ്യാപാരികൾ വിട്ടും കമ്പനിക്കാരൻ്റെ സൈഡിലാണ്. ആൾക്കാർ കണ്ടമാണ് ഉണ്ടല്ലോ എന്ന് അവിടെ എനിക്കുള്ളൂ. അപ്പോൾ ഇതാണ് ഇപ്പം ആദിവാസി നഷ്ടപരിഹാരത്തിന് ആരുടെയോ നഷ്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ സമരം ചെയ്യേണ്ട ആവശ്യമില്ല. മൈലമ്മ പറഞ്ഞതും അത് തന്നെയാണ്, ഞങ്ങളും അത് തന്നെയാണ് പറയുന്നത്. ഇനി 50 കൊല്ലം സമരം ചെയ്താലും അത് ആ സമരപ്പന്തൽ ഓർമ്മയായി നിൽക്കും. ജനങ്ങൾക്കിടയിൽ ഒരു ഓർമ്മയെ നിർത്താൻ പറ്റും. അല്ലാതെ ആദിവാസികൾക്ക് ഒരു ഉപകാരം കിട്ടുന്നില്ല. ഇതും ഒരു വകയിൽ ഇപ്പം നടത്തുന്ന സമരമും ഒരു വിധത്തിൽ ആദിവാസി പീഡനമെന്ന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു. കഴിഞ്ഞ കൊല്ലം ഓഗസ്റ്റ് 9-ാം തീയതി ആദിവാസി ദിനം നടത്തുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ആദിവാസി സംരക്ഷണ സംഘം പ്ലാച്ചിമട സമരപ്പന്തലിക്ക് മാർച്ച് നടത്താൻ വരെ തീരുമാനിച്ചാളെന്നാണ്. കാരണം ഈ സമരസമിതി നേതാക്കളുമല്ല പട്ടികജാതി പട്ടികവർക്ക് നിയമപ്രകാരം കേസെടുക്കണം. ഇപ്പോഴും പറയുന്നില്ല 30 സംഘടന 40 സംഘടന ഉണ്ടെന്ന് പറയുന്നില്ലേ? എന്താ അവർ വന്നിരുന്നു കൂടാ? ആദിവാസികൾ 2 പേരും 3 പേർക്കും അവിടെ പിടിച്ചിരുത്തുക. വരുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒരുത്തം വരും. വരുന്ന സമയത്ത് 2 പൊറാട്ടയും ഇറച്ചിയും മേടിച്ച് കൊടുക്കും. കയ്യിൽ ഒരു 10 രൂപയും കൊടുത്തിട്ട് പോകും. അതൊരു വലിയ കാര്യമായി എടുത്തിട്ട് ഇവർ ഇരിക്കുകയും ചെയ്യും. അല്ല, ഇതിൽ ഇനി സമരം ചെയ്യുന്നത് കൊണ്ട് ആദിവാസികൾക്ക് ഏതൊരു ഗുണവും കിട്ടാൻ പോകണില്ല. കർഷകർക്കും ഇവർക്കും മറ്റുമല്ല, കർഷകർക്കും തരില്ല. 1 രൂപ തന്നാലും ഒരു കമ്പനി ലോക രാജ്യങ്ങളിൽ എല്ലാ സ്ഥലത്തുള്ള കമ്പനിയാണിത്. ഇത്ര വലിയ കമ്പനി, എവിടെ മുട്ടുകുത്താത്ത ഒരു കമ്പനി, പ്ലാച്ചിമടയിൽ നഷ്ടപരിഹാരം എന്ന പേരിൽ 1 രൂപ കൊടുത്താലും കമ്പനിക്ക് നഷ്ടമാണത്. നഷ്ടപരിഹാരം തരാൻ നിൽക്കില്ല അവർ. ആ നഷ്ടപരിഹാരത്തിന് വേണ്ടി എന്ത് വില കൊടുത്തും നഷ്ടപരിഹാരം മേടിച്ചിട്ട് തന്നെ പോകുന്ന കണക്കാക്കുന്ന വിറ്റിയിലാർക്കും നഷ്ടപരിഹാരം കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമില്ല. കിട്ടുന്നവർ മേടിച്ചിട്ട് പോട്ടെ, എനിക്ക് നഷ്ടപരിഹാരം വേണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ പറയാതെ. ഇപ്പോഴും നിങ്ങൾ ഒരു ദിവസം നമ്മൾ എന്തിനു വേണ്ടി ആരിന് വേണ്ടി എന്ത് നഷ്ടപരിഹാരം വരെ ഞങ്ങളുടെ ആൾക്കാർക്ക് അറിയില്ല. ഇപ്പോൾ നിങ്ങൾ പോയിട്ടുള്ള ആൾക്കാരാണ്. ശാന്തി ആയാലും സത്യ ആയാലും തങ്കവേലായാലും എന്താണ് നഷ്ടപ്പെട്ടത്, എന്താണ് നഷ്ടപരിഹാരം എന്ന് അവർക്കറിയില്ല പാവങ്ങൾ. തങ്കവേൽ ഒരു ദിവസം പറഞ്ഞു, എന്താണ് തങ്കവേൽ നഷ്ടം, എന്താ നഷ്ടം? അതേ, നാം ഇത്ര കൊല്ലം പണിക്ക് പോകാതെ സമരം ചെയ്തില്ല, പെരുതലായിരുന്നത്. അത് ദിവസം ഒരു കൂലി കണക്കാക്കിയെങ്കിൽ മേടിക്കേണ്ടതെന്നായി. വെറുതെ ഇത്ര ദിവസം നാം കമ്പനിക്ക് വേണ്ടിയല്ലല്ലോ നമ്മൾ സമരം ചെയ്ത്, നമുക്ക് വേണ്ടിയല്ലേ. അത് നമുക്ക് വേണ്ടി സമരം ചെയ്ത് കമ്പനിക്കാർ നമുക്ക് കൂലി തരാൻ പറഞ്ഞാൽ തരുകയും ചെയ്യും കേട്ടോ. അവിടെ ഒരു ശിവരാമ ഭാരതി കേട്ടിട്ടുണ്ട്, സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവ് ശിവരാമ ഭാരതിയുടെ തട്ടകമാണ് അത് മേഖല. അദ്ദേഹം MLA ആയിരുന്നിട്ട് 3 പ്രാവശ്യം MLA ആയിരുന്നിട്ടുണ്ട് ശിവരാമ ഭാരതി. നമുക്ക് വരെ അറിയുന്നില്ല, ഇപ്പോഴാണ് അറിയുന്നത്. അദ്ദേഹം ആ മേഖലയിലുള്ള ആദിവാസി കോളനി കംപ്ലീറ്റും അയാളിനെ കൊണ്ടായതാണ്. പുറമ്പോക്ക് ഭൂമികൾ, സർക്കാർ പുറമ്പോക്കുകളൊക്കെ
ആദിവാസികളോട് പറയും കയ്യാരി എട്രാ കുടിയിലെന്ന് പറയും. നിങ്ങൾക്ക് എത്ര സ്ഥലം വേണം അത്ര സ്ഥലം. ഇത് ഇപ്പോൾ 10 വീടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ 10 വീട്ടുകാർ എത്ര സ്ഥലമുണ്ട്, നിങ്ങൾ 10 വീട്ടുകാരും കൈയാരിയാലും കുഴപ്പമൊന്നുമില്ല, MLA നിങ്ങളോടൊപ്പമുണ്ട്. അങ്ങനെ പെരുമാട്ടിയിലും കൊളിഞ്ചാമ്പാറയിലും ഉള്ള ആദിവാസികളിനെ കൊണ്ട് അയാൾ ഒരുപാട് കോളനി ഒക്കെ ആയത് അയാളുടെ ഫീൽഡിലാണ്. സ്വന്തം സ്ഥലങ്ങളായി സ്ഥലമില്ലാത്ത ആൾക്കാർ കംപ്ലീറ്റും ഇയാൾ കുടിയിൽ കെട്ടാൻ പറയും. MLA വരും, കുടിയിൽ കെട്ടുമ്പോൾ സമർക്കാരനെ കാണും, അവർക്ക് അഭിവാദ്യം അർപ്പിച്ചിട്ട് പോകും. എന്ത് പറഞ്ഞാൽ വിടണ്ട കെട്ടാന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ അതാണ് ജനതാദള്. പിന്നീടാണ് ജനതാദൾ എന്നായി. അപ്പോൾ ഇതൊക്കെ ശിവറാം ഭാരതിയുടെ ആൾക്കാരാണ്. കൃഷ്ണൻകുട്ടിയൊക്കെ കൃഷ്ണൻകുട്ടിയായിട്ടും ശിവറാം ഭാരതിയുടെ ആളാണ്. അച്യുതനും കോൺഗ്രസിൻ്റെ അച്ഛനും ശിവറാം ഭാരതിയുടെ ആൾക്കാരാണ്. ശിവറാമ ഭാരതി മരിച്ചതോടു കൂടിയാണ് ഇവർ നേരെ തിരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആശയം തിരിഞ്ഞവർ ഈ മുതലാളികൾക്കൊപ്പനിക്കും തൊഴിലാളികൾ അടിച്ചമർത്തും. ആ തൊഴിലാളികൾ നമ്മൾ അന്ന് ആദിവാസി മേഖല കംപ്ലീറ്റും ഇന്നും ആ കടപ്പാടാണ് ഇവർ കാണിക്കുന്നത് ജനതാദളിനോട്. ഇത്ര ചെയ്താൽ അവർ വിടില്ല, ജനതാദളിന് വിടില്ല. ഉണ്ട് ഗുണ്ടായുസുണ്ട്. ഗുണ്ടായുസും നമ്മുടെ പ്ലാച്ചിമട കോളനിയൊക്കെ തല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ എന്താ പറയുക, തല്ലെന്ന് പറഞ്ഞ് പേടിച്ചിട്ട് നിൽക്കാൻ പാടില്ല. നമ്മൾ തല്ലി നോക്കാന്നേ, തല്ല് കൊള്ളാം, അത് പ്രശ്നമില്ല. ആദ്യം ഞാൻ ആൾക്കാരോടൊക്കെ പറഞ്ഞതറിയാം, ഒരു ഗുണ്ടയിൽ പോയി നമുക്ക് ഗുണ്ടയെ തല്ലി തോൽപ്പിക്കുന്നത് കാട്ടിലും ആദ്യം തല്ല് പേടിച്ച് പഠിക്കുക. തല്ല് പേടിച്ചാലേ നമുക്ക് തിരിച്ച് തല്ലാനൊരു വേഗം കിട്ടുള്ളൂ. നമ്മൾ തല്ല് പേടിക്കാത്തക്ക് മുന്നിക്കാവും. നമ്മളെ തല്ലെന്ന് പറഞ്ഞ് പേടിച്ചിട്ട് പോയി നമുക്ക് തല്ലാൻ നമുക്ക് പറ്റില്ല. ആദ്യം നമുക്ക് തല്ലാൻ തയ്യാറാകും. നമ്മൾ കാമ്പർച്ചല്ലേ ഞാൻ പറഞ്ഞിട്ടില്ല, 100 കണക്കുള്ള ആൾക്കാരാണ് ഞങ്ങൾ തല്ലിയത്. വിളയോടി വേണുഗോപാൽ അടക്കം ഈ കോരിക്കെതിരെ സമരം ചെയ്യും. ഇവരൊക്കെ ഇവിടെ പരിപാടിക്ക് വന്ന് സത്യമൊക്കെ വന്ന ആൾക്കാരാണ്. തല്ലി നിൽക്കുന്ന ദിവസം ഞങ്ങൾ പഞ്ചായത്ത് ഓഫീസ് മുമ്പിൽ നിന്ന് ജാതിയായിട്ട് ടൗണിലേക്ക് കടക്കണ സമയത്ത് എനിക്ക് ഫോൺ വരുന്നു, BJP-കാരന് ഒരാൾ വിളിക്കണു, മാരിപ്പണ്ണ നിങ്ങൾ വരണ്ട, വന്നാൽ തല്ലുന്നായി. ഞാൻ ആളോരും പറഞ്ഞിട്ടില്ല. ആരാണ് തല്ലാൻ പോകുന്നത് കുട്ടാൻ ചോദിച്ചപ്പോൾ എല്ലാവരും ഉണ്ടെന്ന്. PMS-ൻ്റെ ആൾക്കാരുണ്ട്, INDUS-ൻ്റെ ആൾക്കാരുണ്ട്, CIT-യുടെ ആൾക്കാരുണ്ട്. എല്ലാവരും തല്ലും. നേതാക്കൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ചുറ്റും നിൽക്കും. നിങ്ങൾ തല്ലു മേടിക്കുന്നു, കുഴപ്പമില്ല, ഞങ്ങൾ വരേണ്ടതെന്ന്. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കടന്നതും തല്ലാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും ഓടി. ഞാൻ ഓടിയിട്ടില്ല, ഞാൻ അവിടെ നിന്നു. വിളയോടി ശിവൻകുട്ടി നിന്നു എന്നോട്. കേട്ടിട്ടുണ്ടല്ലോ, വിളയോടി ശിവൻകുട്ടി എന്നോട് നിന്നു. പിന്നെ ഒരു മണികണ്ഠൻ ഉണ്ടായിരുന്നു വടക്കഞ്ചേരിയിൽ നിന്ന്. മണികണ്ഠൻ ഞങ്ങൾ 3 പേർ നിന്നു. ഓടിയിട്ടേ അല്ല ഞങ്ങൾ. ഒടുക്ക അവർ ഓടാൻ പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഞങ്ങളെ തല്ലാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വന്നത്. കൊല്ലനെങ്കിൽ കൊന്നുകൊള്ളി, ഞങ്ങളിവിടെ നിന്ന് ഓടില്ല, നിങ്ങൾ എത്ര നേരം നിന്നു. അതിൽ അവർ ചമ്മിപ്പോയി തല്ലിയ ആൾക്കാർ. പിറ്റേ ദിവസം വീട്ടിലേക്ക് വന്നു നേതാക്കളൊക്കെ. എൻ്റെ വീട്ടിലേക്ക് നേതാക്കളത് തൊഴിലാളികൾ യൂണിക്കാർ ഇവിടെ വന്നു. നേതാക്കളുടെ വാക്ക് കേട്ട് മാരിപ്പണ്ണ തല്ലിയത് ശരിയൊന്നും അല്ല, ഞാൻ മാപ്പ് തരണം എന്നൊക്കെ. നിങ്ങളെ മാപ്പ് തരാൻ ഞാനായിരുന്നു, ആ വലിയ നേതാവൊന്നുമല്ല എന്ന് പറഞ്ഞു. എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. എന്നെ അവിടെ തല്ലിയാലും ജോലി ചെയ്യാൻ മേലെ എൻ്റെ മേലെയാണ്, ജോലി ചെയ്യുന്ന മേലെ എൻ്റെ മേലെയാണ്. എൻ്റെ മേലെ എനിക്ക് സ്വാധീനം ഉണ്ട്. ഇവർ ആരും ജോലി ചെയ്യാൻ തടയാം. ഈ കോരിയിൽ ചെറിയ കോരിയുണ്ട്, മണ്ണ് കല്ല് കയറ്റുന്നത്. നാവാൽ ആൾക്കാരിൽ നമ്മുടെ ആൾക്കാർ 10 ആൾക്കാർ നിർത്തിയാൽ മതി, ഒന്നും ചെയ്യണ്ട, അവർ ഇറങ്ങി പൊട്ടിച്ചാൽ മതി. എൻ്റെ ഉദ്ദേശം അതായിരുന്നു. പണി ചെയ്തിട്ടില്ല. 2 ദിവസം പണി നിർത്തി വെച്ചു. 3-ാം ദിവസം എന്നെ കാണാൻ വന്നു. അപ്പോൾ പറഞ്ഞു ഞാൻ, നിങ്ങളൊക്കെ എങ്ങനെ ഒരു കാഴ്ചപ്പാടില്ലാതൊക്കെ പോയിക്കൊള്ളി, ജോലിയൊക്കെ ചെയ്തുകൊള്ളി, പ്രശ്നമില്ലാതെ വിട്ടു. അതിലൊന്നും ഇതുവരെ നമ്മുടെ തമ്മിൽ തർക്കങ്ങളില്ല.